Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Solve an plus 2 minus 4an plus 1 plus 4an equal to 2 raised to n. n greater than equal to 0. a0 is equal to 1. a1 is equal to 1. ഇതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ്. നമുക്കത് സോൾവ് ചെയ്ത് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ an കണ്ടുപിടിക്കണം. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ സൊല്യൂഷൻ an is equal to anh plus anp. ഇതാണ് സൊല്യൂഷൻ. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടു ഫൈൻഡ് anh. ആദ്യം anh കണ്ടുപിടിക്കുക. anh കണ്ടുപിടിക്കാനായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് an plus 2 minus 4an plus 1 plus 4an is equal to 0. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കി എഴുതാം. എന്നിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ an plus 2 ആണ്, ഇവിടെ an ആണ്, അപ്പോൾ r സ്ക്വയർ minus 4r plus 4 is equal to 0. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? r minus 2 the whole square is equal to 0. Therefore r is equal to 2. Roots are repeating ആയതുകൊണ്ട് കേസ് 2 അനുസരിച്ച് anh എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? c1 plus c2n 2 raised to n. അപ്പോൾ anh ന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ടു ഫൈൻഡ് anp. anp കണ്ടുപിടിക്കാനായിട്ട് assume anp is equal to എന്താണ് എടുക്കേണ്ടത്? a into ഇവിടെ 2 raised to n എടുക്കാം. a into 2 raised to n എടുത്താൽ എന്താ കുഴപ്പം? നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷനിലേക്ക് നോക്കാം. ഹോമോജീനിയസ് സൊല്യൂഷൻ എന്താണ്? c1 plus c2 n into 2 raised to n ആണ്. a into 2 raised to n എടുത്താൽ c1 into 2 സിമിലർ ടേം കൂടെ ഉണ്ട്. അപ്പോൾ a into 2 raised to n എടുക്കാൻ പറ്റില്ല. അപ്പോൾ a into 2 raised to n എടുക്കാൻ പറ്റില്ല. പിന്നെ എന്തെടുക്കണം? n into 2 raised to n എടുക്കാം. n into 2 raised to n എടുത്താൽ എന്താ സംഭവിക്കുക? ഹോമോജീനിയസ് സൊല്യൂഷനിൽ c2 n into 2 raised to n ഉണ്ട്. അപ്പോൾ അതും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ n നെ n സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ an ചൂസ് ചെയ്യേണ്ടത് എന്താണ്? an സ്ക്വയർ 2 raised to n ആണ്. an സ്ക്വയർ 2 raised to n. എന്തുകൊണ്ടാണ് an സ്ക്വയറിലേക്ക് എത്തിയത്? ഇവിടെ c1 2 raised to n ഉണ്ട്, c1n 2 raised to n ഉണ്ട്. അപ്പോൾ അതില്ലാത്ത അടുത്ത ടേമിലേക്ക് കടക്കുമ്പോൾ ആ n നെ n സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ a into n സ്ക്വയർ 2 raised to n. ഇത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് an plus 2 ആണ്. an plus 2 സ്ഥാനത്ത് എന്ത് വരും? a into n ന്റെ സ്ഥാനത്ത് n plus 2 the whole square 2 raised to n plus 2. അപ്പോൾ n ന്റെ സ്ഥാനത്ത് n plus 2 കൊടുക്കുമ്പോൾ a into n plus 2 whole square into 2 raised to n plus 2 minus 4 into a into n plus 2 n plus 1 ആവും. n plus 1 ഇവിടെ n plus 1 whole square 2 raised to n plus 1. 4an plus 1 എന്നുള്ളത് 4a into n plus 1 whole square into 2 raised to n plus 1 plus 4a into n square 2 raised to equal to right hand side എന്താണ്? 2 raised to. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് an plus 2 ന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? a into n plus 2 whole square into 2 raised to n plus 2. The reason a എന്ന് പറഞ്ഞാൽ a into n square 2 raised to n ആണെങ്കിൽ n is replaced by n plus 2. So a into n plus 2 whole square into 2 raised to n plus 2 minus 4a into n plus 1 whole square into 2 raised to n plus 1 plus 4a into n square 2 raised to n equal to 2 raised to n. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ബ്രാക്കറ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ a into ഇവിടെ n square plus 4 plus 4n 2 raised to n into 4 2 raised to n plus 2 നെ 2 raised to n into 4 എഴുതാം minus 4a into ഇവിടെ n square plus 1 plus 2n into 2 raised to n into 2 minus 4a n square 2 raised to n is equal to 2 raised to n. ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള 2 raised to n കട്ട് ചെയ്ത് കളയുന്നു. കോമൺ ആയിട്ട് 2 raised to n കട്ട് ചെയ്ത് കളയുമ്പോൾ a into n square plus 4 plus 4n into 4 minus 4a into n square plus 1 plus 2n into 2 minus 4a n square is equal to right hand side 1. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 കൊണ്ട് ഗുണിച്ച് 4an സ്ക്വയർ ഫസ്റ്റ് ടൈം വരും.
അടുത്ത 4 4 16 എ വരും. ഇവിടെ 4 16 എ എൻ വരും പ്ലസ് 16 എ എൻ. അപ്പൊ ആദ്യത്തെ ടേം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 എ എൻ സ്ക്വയർ 4 16 എ 4 16 എ എൻ മൈനസ് ഇവിടെ 4 8 8 എ എൻ സ്ക്വയർ മൈനസ് 4 8 ഇവിടെ വീണ്ടും 4 8 എ വരും. അടുത്ത് 4 8 2 16 എ 4 8 16 എ മൈനസ് 4 എ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ 4 എ എൻ സ്ക്വയർ ഉണ്ട്. ഈ 4 എ എൻ സ്ക്വയർ 4 എ എൻ സ്ക്വയർ കട്ടാക്കി കളഞ്ഞു. പിന്നെ ഏതാ കട്ടാക്കി കളഞ്ഞേ? ഈ 4 എ എൻ സ്ക്വയറും 4 എ എൻ സ്ക്വയറും കട്ടാക്കി കളഞ്ഞു. ഇവിടെ ഒരു മൈനസ് 8 എ സ്ക്വയർ ഉണ്ട്. അവസാനത്തേത് പ്ലസ് ആണ്. ഇവിടെ പ്ലസ് ആണ് കേട്ടോ. ഇവിടെ പ്ലസ് വരുമ്പോ ലാസ്റ്റ് വരുന്നത് ഇവിടെ പ്ലസ് ആണ്. ഇവിടെ നമുക്ക് ഇവിടെ മൈനസ് ആണ്. ഇവിടെ പ്ലസ് ആണ്. അപ്പൊ ഈ 4 എ എൻ സ്ക്വയറും ഈ 4 എ എൻ സ്ക്വയറും കൂട്ടുമ്പോൾ 8 എ എൻ സ്ക്വയർ വരും. ആ 8 എ എൻ സ്ക്വയർ ഇത് ക്യാൻസൽ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എ എൻ പ്ലസ് 2 മൈനസ് 4 എ എൻ പ്ലസ് 1 പ്ലസ് 4 എ എൻ ഈക്വൽ ടു 2 ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ലാസ്റ്റ് ടേബിളില് നമുക്ക് പ്ലസ് 4 എ എൻ സ്ക്വയർ ആണ്. ഇവിടെ പ്ലസ് ആണ്. പ്ലസ് 4 എ എൻ സ്ക്വയർ. അവിടെ മൈനസ് ആണ് ഇട്ടത്. പ്ലസ് 4 എ എൻ സ്ക്വയർ ആണ്. ആ 4 എ എൻ സ്ക്വയറും ഈ 4 എ എൻ സ്ക്വയറും കൂട്ടുമ്പോൾ 8 എ എൻ സ്ക്വയർ വരും. ഈ മൈനസ് 8 എ എൻ സ്ക്വയർ ക്യാൻസൽ ചെയ്യും. പിന്നെ ഏതാ ക്യാൻസൽ ചെയ്യ പോണേ? 16 എനും ഈ 16 എനും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത്? ഈ 16 എയിൽ 8 എ കുറച്ച് ചെയ്യുമ്പോൾ 8 എ ഈസ് ഈക്വൽ ടു 1 വരും. therefore a യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 1/8. therefore value of a is equal to 1/8. a യുടെ വാല്യൂ നമുക്ക് 1/8 എന്ന് കിട്ടും. therefore anp എന്ന് പറയുന്നത് എന്താണ്? anp is equal to 1/8 n square 2 raised to n. therefore നമ്മുടെ സൊല്യൂഷൻ a എന്ന ഒരു സൊല്യൂഷൻ എന്താണ്? an is equal to an എന്ന് പറയുന്ന സൊല്യൂഷൻ anh plus anp ആണ്. anh എത്രയാണ്? c1 plus c2n 2 raised to n plus anp എത്രയാണ്? 1/8 n square 1/8 n square 2 raised to n. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി ഇതില് c1 c2 എന്തിനാണ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? c1 ന്റെയും c2 ന്റെയും വാല്യൂ കിട്ടും. c1 ന്റെയും c2 ന്റെയും വാല്യൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ n ന് നമ്മൾ 0 കൊടുക്കുമ്പോൾ a0 is equal to 1. that implies 1 is equal to ഇവിടെ c1 വരും. ഇവിടെ 0 ആയി പോകും. ഇതൊക്കെ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ തന്നെ c1 is equal to 1 എന്ന് കിട്ടി. ഇനി നമ്മുടെ a0 is equal to 1 ആണ്. therefore 1 is equal to ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ c1 plus c2 ഇവിടെ 2 raised to 2 plus 1/8 into ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ 2 വരും. അപ്പോൾ നമുക്ക് 1 is equal to c1 എത്രയായിരുന്നു? 1 ആയിരുന്നു. 1 plus c2 into 2 plus 2/8 എന്ന് പറയുന്നത് എത്രയാ? 1/4. അപ്പോൾ 1 minus 1/4 is equal to 1 plus c2 into 2 എന്ന് വരും. 1 minus 1/4 എത്രയാണ്? 4 അപ്പോൾ 3/4 വരും. പ്ലസ് 1 plus c2 into 2. അപ്പോൾ 1 plus c2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 2 ഇങ്ങോട്ട് വരുമ്പോൾ 3/8 വരും. that is c2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? c2 is equal to 3/8 minus 1. therefore 3 minus 8 by 8 that is equal to minus 5/8. therefore c2 ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? c2 ന്റെ വാല്യൂ minus 5/8. അപ്പോൾ c2 ന്റെ വാല്യൂ minus 5/8 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ c1 c2 കൂടി നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ c1 c2 കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് a ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും നോക്കിയേ? a is equal to c1 ന്റെ സ്ഥാനത്ത് 1 കൊടുത്തു, c2 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? minus 5/8 കൊടുത്തു. 5/8 into n into 2 raised to n plus 1/8 n square 2 raised to n. ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന സൊല്യൂഷൻ. the final solution an is equal to 1 plus minus 5/8 into n into 2 raised to n plus
1/8 into n square 2 raised to n എന്നാണ് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കിട്ടുന്നത്. ഇതൊരു സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ്. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ANH plus ANP ആണ്. ആദ്യം നമ്മൾ ANH കണ്ടുപിടിക്കുന്നു. ANH കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് 0 ആക്കുന്നു. അങ്ങനെ നമ്മൾ ANH കിട്ടുന്നു. ഇവിടെ റൂട്ട്സ് റിപ്പീറ്റഡ് ആണ്. കേസ് 2 നമ്മൾ അപ്ലൈ ചെയ്യുന്നു. കേസ് 2 പറയുന്നത് എന്താണ്? C1 plus C2n into R raised to n if the roots are repeating. R1 equal to R2 equal to R ആണെങ്കിൽ C1 plus C2n into R raised to n. അങ്ങനെ ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്തുന്നു. ANP കണ്ടുപിടിക്കണം. ANP കണ്ടുപിടിക്കാനായിട്ട് അസ്യൂം ANP is equal to A into n square 2 raised to n എന്നാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് A into n square എന്ന് എടുത്തത്? A into 2 raised to n എടുത്താൽ ആ സിമിലർ ടേം ഹോമോജീനിയസിൽ ഉണ്ട്. അതുകൊണ്ട് A into 2 raised to n എടുക്കാൻ പറ്റില്ല. n into 2 raised to n എടുത്താലോ ആ സിമിലർ ടേം C2n into 2 raised to n എന്നുള്ളത് ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ട്, അത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് n square 2 raised to n എടുക്കുന്നു. അത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കോമൺ ടൈംസ് ക്യാൻസൽ ചെയ്ത് കാണിച്ചു വരുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? എയുടെ വാല്യൂ 1/8 കിട്ടും. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി. പർട്ടിക്കുലർ സൊല്യൂഷൻ ഹോമോജീനിയസ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കാം. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ A0 ന്റെ വാല്യൂ 1 ആണ്, A1 ന്റെ വാല്യൂ 1 ആണ്. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ C1 ന്റെ വാല്യൂ കിട്ടും, C2 ന്റെ വാല്യൂ കിട്ടും. C1 ന്റെ വാല്യൂ എത്ര കിട്ടണേ? 1 എന്ന് കിട്ടും. C2 ന്റെ വാല്യൂ എത്ര കിട്ടും? -5/8 എന്ന് കിട്ടും. Therefore നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്തായിരിക്കും? An is equal to 1 plus -5/8 into n 2 raised to n plus 1/8 into n square 2 raised to n. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക, ഭംഗിയായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ.